ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, മാരത്തോൺ MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ജനറൽ സയൻസ് സീരീസ് 3 ആണ് കേട്ടോ. അപ്പോ സീരീസ് 1ഉം സീരീസ് 2 നമ്മുടെ ചാനലിലുണ്ട്, നോക്കിയാൽ മതി, കാണുവേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും അറിയാമല്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി ശ്വാസകോശം. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ത്വക്കാണ്, അതായത് സ്കിൻ ആണ് അല്ലെ. ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിൻ ആണ്. ഇനി ആന്തരിക അവയവം അല്ലെങ്കിൽ ഖര ആന്തരിക അവയവം ഏതാണത്? കരളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം: രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഏതാണ് എന്നുള്ളതാണ്. പ്ലാസ്മയാണോ, പ്ലേറ്റ്ലേറ്റുകളാണോ, ഹീമോഗ്ലോബിൻ ആണോ, ലിംഫ് ആണോ? നമുക്കറിയാം രക്തത്തിന് റെഡ് നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പോൾ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ബന്ധിപ്പിച്ച് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നുണ്ട്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലേറ്റുകളാണെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ലിംഫ് ആണെങ്കിൽ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് ലിംഫ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം: സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഏത് കോശവാവയവത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പച്ച നിറത്തിലുള്ള, അതായത് പച്ച നിറമാണ് അല്ലെ. അത് പച്ച നിറം ഉള്ള കാരണം എന്താണ്? ക്ലോറോഫിൽ എന്ന വർണ്ണകം ഉള്ളത് കൊണ്ടാണ്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഈ പ്രകാശ ഊർജം ഉപയോഗിച്ചാണ് സസ്യങ്ങളെ എന്ത് നിർമ്മിക്കുന്നത്? ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം: വൈദ്യുത പ്രവാഹത്തിന്റെ SI യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി ഓം, ഓപ്ഷൻ സി ആംപിയർ, ഓപ്ഷൻ ഡി വാട്ട്. അപ്പോ കറണ്ട് ആണ്. കറന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ആംപിയർ ആണെന്ന് അറിയാം. ഓം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് അല്ലെ ഓം. ഇതെന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണെന്നുള്ളത് അറിയാം. വോൾട്ട് ആണെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ആണ്. വാട്ട് എന്ന് പറയുമ്പോൾ അത് പവർ ആണ് അല്ലെ. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആംപിയർ ആണ് കേട്ടോ. ദ യൂണിറ്റ്സ് ഓഫ് കറന്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഇനി വൈദ്യുത പ്രവാഹവും യൂണിറ്റുകളാണ്. വൈദ്യുത പ്രവാഹം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്, നമ്മൾ പറഞ്ഞു. വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട്, റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം, അതുപോലെ തന്നെ പവർ ആണെങ്കിൽ വാട്ട്, നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനേർഷ്യ എന്ന് പറയും അല്ലെ. ഇനേർഷ്യയുടെ മലയാളം എന്താണ്? ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതല്ല. ജഡത്വ നിയമം, പ്രവർത്തന പ്രതിവർത്തന നിയമം, അതായത് ഒരു ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് തേർഡ് ആണ് അല്ലെ. ത്വരണ നിയമം ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ലോ ഓഫ് ഇനേർഷ്യ. ഒരു വസ്തുവിന്മേൽ ബാഹ്യമായ ഒരു ബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം അത് അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിലോ സമവേഗത്തിലോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ തുടരുന്ന പ്രവണതയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബസ് ഓടുന്നുണ്ട്, പക്ഷെ നമ്മൾ അവിടെ നിൽക്കുകയാണ് അല്ലെ. പക്ഷെ പെട്ടെന്ന് ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്ക് ടു നമ്മുടെ ആ പ്ലേസിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് ലോ ഓഫ് ഇനേർഷ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം: ശബ്ദം. ഇത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ് എന്നുള്ളതാണ്. ഓക്കെ, വാതകം, ദ്രാവകം, ഖരം, ശൂന്യത, മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അതില് വാതകം ആണോ? അല്ല. ഓപ്ഷൻ സി ഖരമാണ് അല്ലെ. ഖരത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും സ്പീഡില്, ഏറ്റവും വേഗത്തില് സഞ്ചരിക്കുന്നത്. അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്, അതായത് സോളിഡ് ഐറ്റംസിലാണ്. അതായത് തന്മാത്രകൾ, നമുക്കറിയാം സോളിഡ് എന്ന് പറയുമ്പോൾ അതിലെ മൊളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ അടുത്തായത് കൊണ്ട് ശബ്ദതരംഗങ്ങൾ വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ, ഇരുമ്പ്, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഇനി ദ്രാവകമാണെങ്കിൽ ഖരത്തേക്കാൾ വേഗത കുറവാണ്. വെള്ളത്തിലൂടെ
ശബ്ദം പോകുന്നത് കുറവാണ്. പക്ഷെ വാതകത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ദ്രാവകത്തിൽ വെള്ളം സ്പീഡിൽ പോകാറുണ്ട് കേട്ടോ. വാതകങ്ങളിൽ ഉദാഹരണം വായു, ശബ്ദത്തിന്റെ വേഗത വളരെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡിൽ പോയില്ലെങ്കിലും വളരെ കുറവാണ്. ശൂന്യതയിൽ പിന്നെ തന്മാത്രകൾ ഇല്ലാത്ത കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാനേ സാധിക്കുന്നതല്ല. ഓക്കെ, അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നമുക്കറിയാം അത് നൈട്രജൻ ആണ്. രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് അല്ലെ. അപ്പോ നൈട്രജൻ 78% നൈട്രജൻ, 21% ഓക്സിജൻ, ബാക്കി ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ 1% മാത്രമാണ് വരുന്നുള്ളൂ. ഇത് എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി വിറ്റമിൻ സി, വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി ബെറിബറി, ഓപ്ഷൻ സി സ്കർവി, ഓപ്ഷൻ ഡി നിശാന്തത. അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്കർവി ആണ് അല്ലെ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയില് രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു രോഗത്തിന് പറയുന്ന പേരാണ് സ്കർവി എന്ന് പറയുന്നത്. അപ്പൊ ബെറിബറി വരുന്നത് വിറ്റാമിൻ B1 കുറയുമ്പോഴാണ്. റിക്കറ്റ്സ് വരുന്നത് വിറ്റാമിൻ ഡി കുറയുമ്പോഴാണ്. അപ്പൊ വിറ്റാമിൻ ഡി ആണ് എപ്പോഴും എല്ലാവരിലും കുറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. എപ്പോഴും വൈറ്റമിൻ ഡി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. വിറ്റാമിൻ ഡി കുറയുന്നത് നമുക്ക് അറിയില്ല. നമുക്കൊരു ക്ഷീണമൊക്കെ വരുമ്പോഴാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലെ. രാവിലെ 8 മണിക്ക് മുന്നേയും വൈകുന്നേരം 5 മണിക്ക് ശേഷവുമുള്ള സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വിറ്റാമിൻ ഡി ലഭിക്കുന്നത്. നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അത് വിറ്റാമിൻ എ കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയും സിയും നമുക്ക് ഒരുപാട് ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. സ്വർണത്തിന്റെ രാസചിഹ്നം കെമിക്കൽ നെയിം ആണ് ചോദിക്കുന്നത്. AgAuFe ഉത്തരമുണ്ടല്ലേ. AU ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് AU, അല്ലെങ്കിൽ ഔറം എന്നാണ് അതിന്റെ രാസനാമം എന്ന് പറയുന്നത്. രാസചിഹ്നം AU, ആറ്റോമിക് നമ്പർ 79. ഓക്കെ, എല്ലാ ആറ്റോമിക് നമ്പർ പീരിയോഡിക് ടേബിൾസിൽ എല്ലാം ചോദിക്കുകയൊന്നുമില്ല. ഇതേപോലെ സ്വർണം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ബിസ്മത്ത്, ആന്റിമണി അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം. ഇതും എപ്പോഴും ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. രക്തം ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരെ രക്തം പമ്പ് ചെയ്യല്ല കേട്ടോ, ശുദ്ധീകരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പൊ ഹൃദയവും വൃക്കയും അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവർക്ക് തെറ്റില്ല, പക്ഷെ അറിയാത്തവർക്ക് തെറ്റും അല്ലെ. അറിയാത്തവർക്ക് എല്ലാം തെറ്റും. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വൃക്കയാണ്. അപ്പൊ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ ധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൃക്ക എന്താ ചെയ്യുന്നത്? രക്തത്തിലെ മാലിന്യങ്ങളും യൂറിയ മുതലായവ അധിക ഉപ്പും നീക്കം ചെയ്ത് രക്തം പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നത് ആരാണ്? വൃക്കയാണ്, അല്ലെങ്കിൽ കിഡ്നിയാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർന്നാൽ മാത്രമാണ് അവിടെ കിഡ്നിയിൽ എത്തിയാൽ മാത്രമാണ് കിഡ്നിക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഹൃദയം. ഹൃദയം എന്ന് പറയുമ്പോൾ രക്തം പമ്പ് ചെയ്ത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അടുത്ത ഓപ്ഷൻ സ്റ്റൊമക്ക് ആയിരുന്നു. സ്റ്റൊമക്കിന്റെ അറിയാലോ, ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയകളിൽ പങ്കാളിയാകുകയാണ് സ്റ്റൊമക്ക് ചെയ്യുന്നത്. ഇനി പാൻക്രിയാസ് എന്ന് പറയുന്ന ദഹനത്തിലുള്ള എൻസൈമുകളും ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുകയാണ് പാൻക്രിയാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലത്തെ സീരീസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. ജനറൽ സയൻസും ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസും ഉണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.